ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു മീഷോ ഹോളായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്തി സെറ്റിൻ്റെ ഹോളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുർത്തി സെറ്റ് എന്ന് പറയുമ്പോൾ 3 പീസ് സെറ്റാണ്. കുർത്തി ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ള സെറ്റാണ്. എല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു 4 പ്രൊഡക്ട്സാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കുർത്തി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷനിൽ ഈ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എൻഡ് പോർഷനിൽ വീണ്ടും ഈ ഒരു പ്രിൻ്റ് തന്നെയാണ്, സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത്. നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് കേട്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ്. പിന്നെ പറയണമെങ്കിൽ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഏകദേശം ഫുൾ സ്ലീവ് ഉണ്ട്. സ്ലീവിൻ്റെ രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈസ് വന്നിട്ട് ലാർജ് ആണ്. ലാർജ് എനിക്ക് ചെറിയൊരു ലൂസ് ഫിറ്റിലാണ് കേട്ടോ നിൽക്കുന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഇത് കറൻലി സ്മോൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. എന്തായാലും സ്റ്റോക്കിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെയാണ്, നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ അതുപോലത്തെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ലൂസ് ഫിറ്റിൽ വരുന്ന ബോട്ടാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പ്രിന്റിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. എൻഡ് പോർഷനിൽ ഈ ഒരു പ്രിന്റും മിഡിൽ പോർഷനിൽ ഈ ഒരു പ്രിന്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻഡ് പോർഷനിൽ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നല്ല നീളവും നല്ല വീതിയൊക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല നീളവും നല്ല വീതിയൊക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 635 ആണ്. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഒരു മെറൂൺ കളറിൽ വരുന്ന കുർത്തി സെറ്റാണ്. മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുർത്തിയൊക്കെ നല്ല പ്രിൻ്റി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് അതുപോലെ തന്നെ സ്ലീവും മൊത്തത്തിൽ ഈ ഒരു പ്രിന്റിൽ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് റൗണ്ട് നെക്കാണ്. ബാക്ക് ആൻഡ് ഫ്രണ്ട് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് കേട്ടോ. സ്ലീവിലൊന്നും പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതിന് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിന് ഓപ്പൺ ഇല്ലാത്തതാണ് കേട്ടോ. നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. പക്ഷേ ഇത് ഓപ്പൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് ട്രയോൺ ആണ്. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായിട്ടില്ല. കുഴപ്പമില്ല, ഫോട്ടോയിൽ കാണാൻ സെയിം ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യാം കേട്ടോ. ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ. ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ത്രൂ ഔട്ട് ഇത് തന്നെയാണ്. പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം, നോർമൽ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മാൾ ടു XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാർജ് ആണ്. ലാർജ് എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 721 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. എൻഡ് പോർഷനിൽ ഈ ഒരു പ്രിന്റും മിഡിൽ പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതിയും നല്ല നീളമൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല വീതിയോ നല്ല നീളമുള്ളൊരു ദുപ്പട്ടയാണ്. നല്ല ക്വാളിറ്റിയിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും.
അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല പ്രിന്റി ആയിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റാണ്. പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കുർത്തി വന്നിട്ട് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് വന്നിട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് ബാക്കിൽ റൗണ്ട് നെക്കും ഫ്രണ്ട് പോർഷനിൽ റൗണ്ടിൽ വന്നിട്ട് ചെറിയൊരു വി കട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിലൊന്നും പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഓപ്പൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമാവാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈസ് ലാർജ് ആയിരുന്നു. ലാർജ് XXL, XXL ഇങ്ങനെ ഒരു 3 സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ലാർജ് എനിക്ക് ചെറിയൊരു ലൂസ് ഫിറ്റിലാണ് നിൽക്കുന്നുള്ളത്. പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ ബോട്ടാണ് കേട്ടോ. ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ബാക്കി ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റിൽ തന്നെയാണ് കേട്ടോ പോകുന്നുള്ളത്. എൻഡ് പോർഷൻ വരെ ഈ ഒരു പ്രിന്റിൽ തന്നെയാണ് പോകുന്നത്. എൻഡിൽ ഇങ്ങനെ ചെറിയൊരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ദുപ്പട്ട ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. മിഡിൽ പോർഷനിൽ ഈ ഒരു പ്രിന്റും എൻഡ് പോർഷനിൽ ഈ ഒരു പ്രിന്റും ആണ് കേട്ടോ. നല്ല നീളമുണ്ട്, നല്ല വീതിയൊക്കെ ഉള്ള ഒരു ദുപ്പട്ട തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല വീതിയും നീളമൊക്കെ ഉള്ള ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 578 കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു കളറും പിന്നെ ഒരു ബ്ലൂ കളർ കൂടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല പ്രിന്റി ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇന്ന് കാണിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ അതിന്റെ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് പോർഷന് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ വി നെക്കും ആണ്. നെക്ക് പോർഷന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് ലോങ് സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഓപ്പൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. വിസ്കോസ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബോട്ടത്തിന്റെ പ്രിന്റ് സെയിം പ്രിന്റ് തന്നെയാണ്. നമ്മുടെ കുർത്തിയുടെ സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിനും വന്നിട്ടുള്ളത്. അപ്പോൾ ബോട്ടം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പോയി പർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സ്മാൾ ടു XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാർജ് ആയിരുന്നു. ലാർജ് എനിക്ക് ചെറിയൊരു ലൂസ് ഫിറ്റിലാണ് കേട്ടോ നിൽക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 721 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പ്രിന്റിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. മിഡിൽ പോർഷനിൽ ഈ ഒരു പ്രിന്റും എൻഡ് പോർഷനിൽ ഈ ഒരു പ്രിന്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. നല്ല നീളമുണ്ട്, നല്ല വീതിയുണ്ട് കേട്ടോ ദുപ്പട്ടയൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് പോയി പർച്ചേസ് ചെയ്ത് നോക്കട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കുക കൂടെ ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.